അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അഴിമതി ഞങ്ങൾ നടത്തില്ല എന്ന് പറയുന്ന അഴിമതിക്കാരെ ജയിലിൽ പിടിച്ചിടണമെന്ന് പറയുന്ന വളരെ കൃത്യമായി അഴിമതിക്കെതിരെ പോരാടുന്ന പാർട്ടിയാണ് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തത്വത്തിൽ. പക്ഷെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ഒരു വിഷയം, അത് ഇപ്പോഴിരിക്കുന്ന ജയമോഹൻ എന്ന് പറയുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ആൾ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം വളരെ മാന്യനാണ്, വളരെ മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിലില്ല. എന്നാൽ അദ്ദേഹം വളരെ ഭംഗിയായത് കൊണ്ടുപോകുന്നത്, എനിക്ക് വ്യക്തിപരമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോഴും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. വളരെ നല്ല രീതിയിലുള്ള അഴിമതിക്കാരനെ അല്ല. എന്നാൽ മുൻപ് അവിടെ ഇരുന്നിട്ടുള്ള R ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന INTUCയുടെ നേതാവും അന്നത്തെ MD ആയിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ചീഫായിരുന്ന രതീഷ്, അവരുടെ കുറിച്ചാണ് കേസ്. ഹൈക്കോടതി അതിരൂക്ഷമായിട്ടാണ് വിമർശിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ INTUCയുടെ നേതാവായിട്ടുള്ള R ചന്ദ്രശേഖരനെയും അതുപോലെ തന്നെ നമ്മുടെ രതീഷിനെയും എന്തിനാണ് ഗവൺമെൻറ് രക്ഷിക്കുന്നത്? ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ കേസ് എന്തുകൊണ്ട് നീണ്ടുപോകുന്നു? ഇപ്പോൾ ചന്ദ്രശേഖരനോ രതീഷോ തെറ്റ് ചെയ്തോ ഇല്ല എന്നൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നമുക്കിവിടെ ഇരുന്നുകൊണ്ട്, ഞാനിവിടെ ഇരുന്നുകൊണ്ട് INTUCയുടെ വലിയ സമുന്നതനായ നേതാവ് തെറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടെ ഇരുന്നൊരു രതീഷ് എന്ന് പറഞ്ഞ MD, അദ്ദേഹത്തിൻ്റെ കാലത്ത് ചന്ദ്രശേഖരനെ പോലെയുള്ള R ചന്ദ്രശേഖരനെ പോലെയുള്ള വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തെറ്റ് ചെയ്തു, അഴിമതി നടത്തിയെന്ന് എനിക്ക് അഭിപ്രായമില്ല, അല്ലെങ്കിൽ നമ്മളങ്ങനെ പറഞ്ഞത് ശരിയല്ല. പക്ഷേ കോടതി അതിരൂക്ഷമായ ഒരു വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. അത് നമ്മുടെ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിച്ഛായ ബാധിക്കും. അവിടെയാണ് പ്രശ്നം. ഗവൺമെൻറ് ഒരു വശത്ത് അഴിമതിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റു പാർട്ടിയിൽപ്പെട്ട, പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരാളിൻ്റെ ചർച്ച, ഇതിന് ഉപോത്ബലകമായി ഒരുപാട് കേസുകളുണ്ട്. INTUC ഏറ്റെടുക്കുന്ന ഒരുപാട് സമരങ്ങളുണ്ട്. ആ സമരങ്ങളൊന്നും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ഇതുപോലത്തെ കാര്യങ്ങൾ കൂടി കൊണ്ടാണ് എന്നൊരു കൃത്യമായ ആക്ഷേപം R ചന്ദ്രശേഖരനെതിരെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ R ചന്ദ്രശേഖരൻ മനസ്സിലാക്കേണ്ടത്, ഇത് കോടതിയിൽ കേസായ കാര്യമാണ്. ഇനിയിപ്പോൾ കേസാവുന്നു വേണമെങ്കിൽ ഇതൊക്കെ ഒതുക്കി തീർക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. കേസായ കാര്യമാണ്, അത് കോടതി പറഞ്ഞു തീർക്കണ്ടേ? കേസായി കഴിഞ്ഞാൽ അത് പറഞ്ഞു തീർക്കണമല്ലോ. അങ്ങനെയാണല്ലോ രീതി. അതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ വരണ്ടേ? അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് തന്നെ ഇതിനകത്തേക്ക് പ്രതിക്കൂട്ടിൽ പോവുകയാണ്. കേരള ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ കേരള ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയിൽപ്പെട്ടവരോ അവരുടെ മുന്നണിയിൽപ്പെട്ടവരോ അല്ലാത്ത 2 പേർക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നതെന്ന് കോടതി ചോദിക്കുമ്പോൾ വലിയ ചോദ്യമാണ്. ഇത് രാഷ്ട്രീയ ചോദ്യമായി മാറും. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊല്ലം ജില്ലയിലൊക്കെ കശുവണ്ടി തൊഴിലാളികളൊക്കെ വളരെ വലിയ തോതിലുള്ളൊരു ജില്ലയാണ്. സ്വാഭാവികമായിട്ട് ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വച്ചാൽ, പ്രത്യേകിച്ച് BJP ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവരികയാണ്. കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി സർക്കാരും കോൺഗ്രസും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന് BJP പോലുള്ള പാർട്ടികൾ കൊണ്ടുവച്ചാൽ അതിനെ പ്രതിരോധിക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഗവൺമെൻറ് ഈ വിഷയത്തിൽ അടിയന്തരമായി ആലോചിക്കേണ്ട വിഷയം. കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പേപ്പറുകൾ സമയത്ത് കൊടുക്കാത്തതോ, കോടതിക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വക്കീലന്മാരും പങ്കെടുക്കാത്തതോ, കേസ് മാറ്റിവെക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നതോ, എന്താണ് വിഷയമെന്നറിയില്ല. എന്തായാലും ഒരു കാരണവശാലും അത് നല്ലൊരു ഇമേജ് അല്ല. ആൻറ്റി ഇൻകംബൻസ് എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഴിമതി. അതിൽ നേരിട്ട് ഈ ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുമില്ല. പക്ഷേ മറ്റൊരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മറ്റൊരു ചെയർമാൻ ചെയ്തിട്ടുള്ള പരാതിയെ അല്ലെങ്കിൽ അഴിമതിയെ വെള്ളപൂശുന്നു, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന നടപടിയാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നു എന്ന് വരുന്നതും തത്വത്തിൽ രാഷ്ട്രീയമായി വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കും.